മാധു, കേരളത്തിൽ BJPക്ക് സത്യത്തിൽ നയമില്ല. കാരണം എന്താ വെച്ചാൽ അവർക്കിവിടെ ഭരണം കിട്ടില്ല, അവർക്ക് പ്രധാന പ്രതിപക്ഷവുമാകാൻ കഴിയില്ല. അപ്പോൾ പിന്നെ അവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അവർ കേന്ദ്രത്തിൽ കോൺഗ്രസ് വരരുതെന്ന് ആഗ്രഹിക്കുന്നൊരു പാർട്ടിയാണ്, കേരളത്തിലും കോൺഗ്രസ് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കിടയിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യം അവർക്കിടയിൽ കുറവാണ്. പിന്നെ ഏതെങ്കിലും 1-2 മണ്ഡലങ്ങളിലൊക്കെ ജയിക്കുക. ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചവർ എടുത്തു പറയുന്നുണ്ട്. അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം ഞാൻ പറയുന്നില്ല, അതിൽ ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ അല്ലാണ്ട് കേരളത്തിലെ BJPക്ക് യാതൊരു വിധത്തിലുള്ള റോളുമില്ല രാഷ്ട്രീയത്തിൽ. ഒരു ത്രികോണ മത്സരത്തിൻ്റെ കളമൊരുക്കാൻ അവരെ കൊണ്ട് പറ്റുമെന്നല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ കാരണം 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ അടുത്ത കാലത്ത് വന്നിട്ടുള്ള BJP CPMമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ. ADGP RSS ബന്ധം വിഷയങ്ങളും അതുപോലെ അതിന് ശേഷം വന്ന ഗവർണർ വിഷയം, യാത്രയപ്പോൾ പുതിയ ഗവർണർ വന്നപ്പോൾ CPM എടുത്ത നിലപാടുകൾ വളരെ ശ്രദ്ധിക്കണം. ഈ പുതിയ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം CPM കൈക്കൊണ്ട നിലപാട് നിസ്സാരമല്ല. അത് BJPക്ക് അനുകൂലമായ നിലപാടാണ്. എന്താണെന്ന് ഞാൻ ഉദാഹരണ സഹിതം പറഞ്ഞുതരാം. ഒന്ന്, നയപ്രഖ്യാപന പ്രസംഗം പൂർണ്ണമായി വായിച്ച ഗവർണർക്ക് പുകഴ്ത്തിക്കൊണ്ട് പാർട്ടിയുടെ മുഖപ്രസംഗം എഴുതി. 2, അത് പോരാഞ്ഞിട്ട് ആ ഗവർണറെ പ്രശംസിച്ചുകൊണ്ട് പാർട്ടി സെക്രട്ടറി പത്രത്തിൽ ലേഖനം എഴുതി. പക്ഷേ ഇവരുടെ ഒപ്പം ഭരിക്കുന്ന CPI അവരുടെ മുഖപത്രത്തിൽ ഈ നയപ്രഖ്യാപനത്തെ പ്രശംസിച്ചില്ല എന്ന് മാത്രമല്ല, പാർട്ടി സെക്രട്ടറി ദേശാഭിമാനിയിൽ ലേഖനം എഴുതിയ പോലെ ബിനോയ് വിശ്വം എന്ന CPI സെക്രട്ടറി ജനയുഗത്തിൽ ലേഖനവും എഴുതിയില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? CPM BJP ബന്ധം ഊഷ്മളമാകാൻ പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് BJPക്ക് ഒരു CPMൻ്റെ ഒരു പോഷക സംഘടന എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ CPM അധികാരത്തിൽ വരാൻ താല്പര്യമുള്ള ഒരു കക്ഷിയെന്ന് ഞാൻ കരുതുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ അവർക്കിടയിലെ നേതാക്കൾക്കിടയിൽ അസ്വാരസ്യം വർദ്ധിക്കും. അതെങ്ങനെയാണ്? വേറെ അവർക്ക് രാഷ്ട്രീയ ലക്ഷ്യമില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്കെന്താ വെച്ചാൽ അപ്പോൾ വ്യക്തിപരമായ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കിടയിൽ വരും. അങ്ങനെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് പല നേതാക്കളും പാർട്ടി വിടുന്നത്. ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ നമ്മൾ കണ്ടതും അതൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേന്ദ്രം ഭരിക്കുന്ന BJP ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നേരെ മറിച്ച് കേന്ദ്രത്തിലെ BJP അവർ പ്രതിപക്ഷത്തിരിക്കട്ടെ, അപ്പോൾ അവരുടെ നിലപാട് കേരളത്തിൽ എന്തായിരിക്കും വ്യത്യാസം വരിക? കേന്ദ്രത്തിൽ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷമാണല്ലോ കേരളത്തിലെ BJPക്കൊരു അവർ ഉണ്ടെന്ന് പറയുന്ന ഗ്ലാമർ വന്നത്. ആ ഗ്ലാമർ ഇപ്പോൾ കുറഞ്ഞു വന്നത് നരേന്ദ്രമോദിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ടാണല്ലോ. അപ്പോൾ മാധു ചോദിച്ച ചോദ്യം വ്യക്തിപരമായി തന്നെ തീരും. കാരണം എന്താണെന്നറിയോ? പാർട്ടിയുടെ സംഘടനയിൽ അവർക്ക് ആധിപത്യം പുലർത്താൻ വേണ്ടിയിട്ട് നേതാക്കൾക്കിടയിൽ മത്സരമുണ്ട്. അത് എല്ലാ പാർട്ടിയിലും ഉണ്ട്. അത് BJPയിൽ തെളിഞ്ഞു കാണാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കേരളത്തിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ ലക്ഷ്യമില്ലാത്തതുകൊണ്ടാണ്. ഈ രാഷ്ട്രീയ ലക്ഷ്യമില്ലാന്ന് ഞാൻ പറയുമ്പോൾ അവർക്കെന്താ ഭരിക്കാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിച്ചാൽ 35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ കേരളം ഭരിക്കുന്നത് K. സുരേന്ദ്രനൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. 35 സീറ്റ് പോയിട്ട് ഒരു സീറ്റ് പോലും നിയമസഭയിൽ ഇല്ലെന്ന് മാത്രമല്ല, അവർക്ക് ഈ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ അവർക്കുണ്ടായിരുന്ന ആ 2ാം സ്ഥാനം നിലനിർത്താൻ അവർ പെട്ട പാടും, അതിനുശേഷം അവിടെ നഗരപ്രാന്തപ്രദേശത്ത് അവരുടെ ഭൂരിപക്ഷം പോയതും, അതിനുശേഷം ആ പാർട്ടിയിൽ നിന്നും സന്ദീപ് വാര്യരെ പോലുള്ള പ്രമുഖൻ പോയതും, അതിനുശേഷം ഇപ്പോൾ പാലക്കാട് കൗൺസിലർമാരുടെ ഇടയിലുള്ള വ്യത്യാസങ്ങളൊക്കെ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഏതെങ്കിലും രാഷ്ട്രീയ നേട്ടമാണോ? ഏതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യമാണോ? അല്ല, വ്യക്തിപരമായ പ്രശ്നം തന്നെയാണ്. അവിടെ ഇപ്പം നമ്മൾ കേൾക്കുന്ന അവിടുത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ. അങ്ങനെ ആണെങ്കിൽ നമ്മൾ അതൊക്കെ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിൽ BJPയിലെ ഇത് പാലക്കാട് മാത്രം ഒതുങ്ങുന്നതാവില്ല. തൃശ്ശൂരിലത്തെ കാര്യം ഞാൻ പറയുന്നില്ല, സന്ദീപ് ഈ പറയുന്ന പ്രശ്നങ്ങളുണ്ട്, പഠനപ്പിണക്കങ്ങളുണ്ട്, പാർട്ടിയിൽ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി വരികയാണ്. എന്തായാലും ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രശാന്ത് ശിവനെ ഉയർത്തി കാണിച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് BJPയിൽ പാലക്കാട്ട് പുകയുന്നത്. അതിന് നാളെയോടെ പരിഹാരം കാണാൻ കഴിയുമെന്നാണ് ഔദ്യോഗിക നേതൃത്വം വിചാരിക്കുന്നത്. പക്ഷേ നാളത്തെയോടൊരു പൊട്ടിത്തെറിയിലേക്ക് കൗൺസിലർമാർ പോകും എന്നുള്ളതാണ് വിമതർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്.